ഫ്ലാക്സ് സീഡ് മാസ്ക് നോക്കാം. അതായത് ഇപ്പോൾ എല്ലാവരും നല്ലപോലെ ചെയ്യുന്നൊരു സാധനമാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഫ്ലാക്സ് സീഡ് വേണം. അതിന് കുറച്ച് വെള്ളത്തിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ തിളപ്പിക്കുക. എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ ജെല്ലെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ കുറുകി വരുന്ന ആ ഒരു പരുവത്തിലാവണം. അതായത് ഒത്തിരി ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലോട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതിനുശേഷം ഞങ്ങൾ അതിനകത്തോട്ട് കുറച്ച് അരിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ചിലർ അരിപ്പൊടി ആഡ് ചെയ്യത്തില്ല, അല്ലാണ്ട് ഈ ജെല്ല് മാത്രം എടുത്ത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യും. പക്ഷേ അരിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ട് അങ്ങനെ കിട്ടുമെന്നാണ് എൻ്റെ ഒരു ഇത്. അതായത് അരിപ്പൊടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊരു മുറുക്കം കിട്ടും. ഇങ്ങനെ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കത്തില്ലേ, ആ ഒരു രീതിയിൽ ഇങ്ങനെ ആവും. ഞങ്ങൾ എന്നിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുകയാണ്. ഞങ്ങൾക്ക് കുറച്ച് നല്ലപോലെ അത് കുറയിപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് പിന്നെ ആഡ് ചെയ്തത് കുറച്ചുകൂടി ലൂസാക്കി. എന്നിട്ട് ഇതേ ഇങ്ങനെ ഒരു പരുവത്തിലാണ് കിട്ടുന്നത്. ഇത് അപ്പം തന്നെ അപ്ലൈ ചെയ്യരുത്, നല്ല ചൂടായിരിക്കും, അറിയാമല്ലോ. അത് കഴിഞ്ഞ് നമുക്കിതേ ഇങ്ങനെ ഒരു രീതി കിട്ടും. അത് കഴിഞ്ഞ് മുഖത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. എൻ്റെ മുഖത്തോട്ട് ഇതിങ്ങനെ പറ്റുന്നില്ലായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് ജസ്റ്റ് വെള്ളമൊക്കെ വെച്ചിട്ട് എൻ്റെ മുഖം ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തേ. നമുക്ക് എന്താ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ ഒക്കെ ഇത് തേച്ച് കഴിയുമ്പോൾ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ നമ്മൾ ഫുള്ള് ഫേസിലൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇത് അപ്ലൈ ചെയ്തു. എനിക്ക് തോന്നുന്നു ശരിക്കും ഇതിൻ്റെ ജെല്ലെടുത്ത് തേക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പമെന്ന്. കാരണം ഇത് അങ്ങനെ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം നല്ല കഷ്ടപ്പാടാണ്, സമയമൊക്കെ അതുപോലെ എടുക്കും. ഇതേ ലാസ്റ്റ് ഇങ്ങനെയാണ് ഒരു ഫൈനൽ ഒരു റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ നല്ലപോലെ കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഏകദേശം ഒരു 10 മിനിറ്റോളം വേണം ഇതൊന്ന് ഉണങ്ങി പിടിച്ച് വരാൻ. കാരണം എന്താ, നല്ലപോലെ ഡ്രൈ ആവാൻ ടൈം എടുക്കും. അപ്പോഴാണ് നമ്മുടെ മെയിൻ ആൾ ഇത് ഇവിടുത്തെ ഗ്ലൂക്കോസ് പൊടിയാണ്. അതായത് മെയിൻ ഫേസ് മാസ്ക് ഇടുമ്പോൾ പെട്ടെന്ന് എവിടുന്നാണ് വരുന്നതെന്ന് അറിഞ്ഞുകൂടാ, പുള്ളിക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നല്ലപോലെ ഫേസിലൊക്കെ ഇത് അപ്ലൈ ചെയ്ത്. പക്ഷേ ഇത് ഉണങ്ങുന്നില്ലായിരുന്നു. കുറേ നേരം എന്ന് വെച്ചാൽ കുറച്ച് ഏറെ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഈ ഒരു രീതിക്ക് ആക്കിയെടുക്കാൻ. പിന്നെ ആ വീഡിയോയിലൊക്കെ നമുക്കിങ്ങനെ കാണാം, എന്താ ഇങ്ങനെ ഒരു സ്പൂണൊക്കെ വെച്ച് അവരിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നീക്കുമ്പോൾ റിസൾട്ട് കാണിക്കുന്നില്ല. ഞങ്ങൾക്ക് സ്പൂണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കൈയൊക്കെ വെച്ച് ഇങ്ങനെ നീക്കി. എന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ പിന്നെ ഒരു ഐസ്ക്രീമിൻ്റെ സ്പൂണൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ നീക്കി കാണിച്ച്. പക്ഷേ എന്തായാലും ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ കിട്ടുന്നുണ്ട്. കാരണം ഞാൻ വെളിയിൽ പോയിട്ട് ഇങ്ങനെ ടാനൊക്കെ അടിച്ച് വന്നൊരു സമയത്താണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സാധനം ചെയ്തത്. എന്താ അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടുണ്ട്, ഒരു വെറൈറ്റി ഒരു സാധനം തോന്നിയിട്ടുണ്ട്. ഫേസിൽ അങ്ങനെ ഒരു ഇത് ഗ്ലോ കാണുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ഒരു സംഭവമാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.